മുഖ്യമന്ത്രി എല്ലാ പിണറായി വിജയൻ ന്യൂസിന്റെയും ധർമ്മടത്തേക്ക് ഹെഡ്ലൈൻ വോട്ട് രേഖപ്പെടുത്താൻ മാറുകയും വേണ്ടി എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു ഒരു ലോങ് ഷോട്ടിൽ അങ്ങനെ പയ്യെ നടന്നു വരികയാണ്. മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുടെ കുടുംബമടക്കം വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വരികയാണ്. പിണറായിയിലെ ബൂത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തുന്നത്. അവിടെ ധർമ്മടത്തെ ചില ബൂത്തുകളിലൊക്കെ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറുണ്ട് എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഏറ്റവും നിർണായകമാണ്. കാരണം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും KPC അധ്യക്ഷനും ഒക്കെ പറഞ്ഞത് ഒന്നാം തരം രാഷ്ട്രീയ പ്രതികരണം തന്നെയായിരുന്നു. സ്വാഭാവികം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് 194 ബൂത്ത്, പിണറായിലെ 194 ബൂത്തിലെ വോട്ട് ചെയ്യാനാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ദീപക് തർമ്മടം അവിടെ നിന്ന് ചെയ്യുകയാണ്. പിണറായിയിൽ നിന്ന് ദീപക്, മുഖ്യമന്ത്രി നേരത്തെ തന്നെ പതിവ് പോലെ വോട്ട് ചെയ്യാനെത്തുന്നു എന്നുള്ള കാഴ്ച വിവരങ്ങൾ. ഇതാ ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടന്ന് പോളിംഗ് ബൂത്തിലേക്ക് സാധാരണഗതിയിൽ അദ്ദേഹം ചെയ്യാറുള്ളത് പോലെ തന്നെ അദ്ദേഹം വീട്ടിൽ നിന്നും, അതായത് അദ്ദേഹത്തിൻ്റെ പിണറായിയിലെ പാണ്ഡ്യാലമുക്കിലെ വീട്ടിൽ നിന്നും RC അമലാവ് സ്കൂൾ, അദ്ദേഹം പഠിച്ച വിദ്യാലയമാണ്, RC അമലാവ് സ്കൂളിലേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, തൊട്ടരികിൽ തന്നെ കമല ടീച്ചറുണ്ട്, തൊട്ട് അരികിൽ CN ചന്ദ്രൻ CPI നേതാവുണ്ട്, ഒപ്പം തന്നെ ചീഫ് ഇലക്ഷൻ ഏജന്റായ P ശശി, നേരത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി രാജിവെച്ച P ശശിയുണ്ട്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടത്തേക്ക് വോട്ട് ചെയ്യാൻ വരുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വോട്ട് ചെയ്ത ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു പറയാനുണ്ട് എന്നുള്ളതാണ്. നാട്ടിലെ സുഹൃത്തുക്കളോട് കുശലം പറഞ്ഞുകൊണ്ടാണ് ഈ വോട്ട് യാത്ര. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിൽ നിന്നും ഇറങ്ങും, റോഡരികിലുള്ള സുഹൃത്തുക്കൾ, നാട്ടുകാർ അവരോട് കുശലം പറയും. അങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിലേക്ക്, RC അമല സ്കൂളിലെ ബൂത്തിലേക്ക് എത്തുകയാണ് പതിവ്. വലിയ ക്യൂ അവിടെ ഉണ്ട്. സാധാരണഗതിയിൽ ക്യൂവിൽ നിന്ന് മുഖ്യമന്ത്രി ഒരു സാധാരണ പൗരനായി വോട്ട് ചെയ്യുന്ന കാഴ്ചകളാണ് കേരളം കാണാറുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ പോളിംഗ് ബൂത്തിലേക്ക് നടന്നു വരുന്നു. ഒപ്പം CN ചന്ദ്രനും P ശശിയും M സുരേന്ദ്രനുമുണ്ട്. അവരോട് കുശലം പറയുന്നു. അതിനിടയിൽ റോഡരികിൽ കാണുന്ന നാട്ടുകാരോട് അദ്ദേഹം കുശലം പറയുന്നു. നിങ്ങൾ സൈഡിലേക്ക് മാറുന്നു, CM-നെ കാണാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി നാട്ടുകാർ കൂടി ദൃശ്യങ്ങളിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിംഗ് ബൂത്തിന് അരികിലേക്ക് എത്തുന്നു. ഒപ്പം കമല ടീച്ചർ ഭാര്യ, തൊട്ടടുത്ത് തന്നെ ചീഫ് ഇലക്ഷൻ ഏജന്റായ, നേരത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന P ശശി, ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, CPIയുടെ നേതാവ്, മണ്ഡലത്തിലെ പ്രമുഖ നേതാവായ CN ചന്ദ്രൻ, ഇവരെല്ലാം തന്നെ ഈ പോളിംഗ് ബൂത്തിലേക്കുണ്ട്. മറ്റു വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ മുഖ്യമന്ത്രി പതിവായി വീട്ടിൽ നിന്നും നടന്നു വരികയാണ് പതിവ്. പോളിംഗ് ബൂത്തിലെ 124 നമ്പർ വോട്ടറാണ് പിണറായി വിജയൻ. കോരൻ മകൻ മുണ്ടയിൽ വീട്ടിൽ പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഒരു സാധാരണ പൗരനായി പിണറായിക്കാരുടെ, ധർമ്മടംകാരുടെ വിജയേട്ടനായി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ കുടുംബസമേതമാണ് എല്ലാ പ്രാവശ്യവും നടന്നാണ് പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വരിക. ആ പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും ഇതാ വീട്ടിൽ നിന്നും അദ്ദേഹം നടന്ന് നീങ്ങുന്നു. ഒപ്പം തന്നെ കൊച്ചുമകൻ, വോട്ട് ഇതുവരെയും ആയില്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമകൻ കെഗു എന്ന് വിളിക്കുന്ന ഇഷാനും ഉണ്ട്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ അവധി ദിവസങ്ങളിൽ SKN പലപ്പോഴും കണ്ടതാണ്, കെഗു കൂടെയുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാത്സല്യം ഏറ്റുവാങ്ങിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും. അങ്ങനെ ഒരു കുടുംബസ്ഥനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കുടുംബസമേതം വോട്ടിന് നീങ്ങുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹം നാട്ടുകാർക്കും കുടുംബക്കാർക്കുമെല്ലാം ഒരു മുഖ്യമന്ത്രി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ സൗഹൃദവും കരുതലും നൽകുന്ന ഒരു നേതാവാണ്. ആ കാഴ്ച തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ അദ്ദേഹം നാട്ടിലെ വോട്ടർമാരോടൊക്കെ ബസ്സിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ബസ്സിൽ നിന്നും മുഖ്യമന്ത്രിയെ കൈവീശി അഭിവാദ്യം ചെയ്യുന്ന നാട്ടുകാർ. പിണറായി മമ്പറം ബസ്സാണ് നമ്മൾ കണ്ടത്. ആ ബസ്സിൽ നിന്നും മുഖ്യമന്ത്രിയെ നാട്ടുകാരുടെ വിജയത്തിനെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ പിണറായിലെ 194 ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തുന്ന ദൃശ്യമാണ് കാണുന്നത്. അതുപോലെ അദ്ദേഹം ഇന്നും നടന്നാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി, അതോടൊപ്പം CPI നേതാവ് CN ചന്ദ്രൻ, അതുപോലെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, കണ്ണൂരിലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷ് എന്നിവരടങ്ങിയ വലിയൊരു സംഘത്തിൻ്റെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാൻ എത്തുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ ഒരു സൗന്ദര്യമുള്ള കാഴ്ച തന്നെയാണ് കേരളത്തിന്. സംസ്ഥാന മുഖ്യമന്ത്രി ഈ സുരക്ഷയുടെ ആടയാഭരണങ്ങളൊന്നുമില്ലാതെ തന്നെ ഒരു സാധാരണ പൗരനെ പോലെ പിണറായിയിലെ അദ്ദേഹത്തിൻ്റെ ബൂത്തിലേക്ക് നടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 194 ബൂത്തിലാണ് പിണറായി വിജയൻ വോട്ട് ചെയ്യുന്നത്. അവിടെ ക്യാമറ സ്റ്റാൻഡുകൾ നിരന്നിരിക്കുന്നത് കാണാം.
മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങി വന്നാൽ ഉടൻ ഒരു പ്രതികരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു ഒരേ ഒരു ഫേസ് എന്ന് പറയാനുള്ളത്. ഈ പറഞ്ഞ ഫ്ലെക്സുകളും ഹോർഡിങ്ങുകളടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖം തന്നെയായിരുന്നു പ്രധാനം. അപ്പോൾ അദ്ദേഹം നേരിട്ട് നയിച്ച ക്യാപ്റ്റൻ എന്നുള്ള വിളി കുറെ അധികം കേട്ടില്ലെങ്കിൽ കൂടിയും അദ്ദേഹം നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ പ്രചരണ നായകൻ്റെ ഒരു പ്രതികരണം പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് PD സതീശനടക്കം സണ്ണി ജോസഫ് അടക്കം നല്ല രാഷ്ട്രീയം രാവിലെ തന്നെ പറഞ്ഞ പശ്ചാത്തലത്തിൽ അതിനുള്ള മറുപടി ഒക്കെ ചോദ്യങ്ങളായിട്ടൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ പാലക്കാട്ട് ഇന്നലെ ഉണ്ടായ പാലക്കാട്ടെ വോട്ടിന് നോട്ട് ആരോപണത്തിൽ ദൃശ്യങ്ങളൊരു പ്രതികരണമൊക്കെ ചിലപ്പോഴുണ്ടാകും. അവിടെ വോട്ടിംഗ് സ്ലിപ്പൊക്കെ എടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് അവിടെ ബൂത്തിൽ അത്യാവശ്യം വലിയ ക്യൂ ഉള്ള ബൂത്തായിരുന്നു ആ ബൂത്ത്. അപ്പോൾ അങ്ങോട്ടേക്ക് മുഖ്യമന്ത്രി അങ്ങനെ ക്യൂവിൽ നിൽക്കേണ്ടി വരുമോ, ക്യൂവിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തി എത്ര സമയത്തിനകം വോട്ട് രേഖപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.